ഒന്നങ്ങോട്ടൊക്കെ ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും ലൈവിലുണ്ട്, പെട്ടെന്ന് വരൂ. ഉണ്ടാതിരിയടാ. എനിക്ക് നാളെ ഒരു ചിട്ടിയുണ്ട് ഗൈസ്, 50,000 രൂപയുടെ ചിട്ടി. എന്താ സംഭവം എന്ന് വെച്ചാൽ, കിട്ടിയാൽ വെക്കണ്ട. അത് കിട്ടിയാൽ പുട്ടും പപ്പടവും അടിക്കാം. പലരും പറയുന്നൊരു കാര്യം, എൻ്റെ മുടിയിലെന്തോ പ്രാണി എങ്ങാണ്ട് കയറി ഗൈസ്. ഞാനിപ്പം ലൈവായിട്ട് നിങ്ങൾക്കൊരു സാധനം കാണിച്ചിടാം. എൻ്റെ അക്കൗണ്ട് ബാലൻസ് വരുന്നത് 24,884 രൂപ. രാധേ രാധേ. ഇത് കാണിച്ചത് എന്തിനാ വെച്ചാൽ, എൻ്റെ ഇന്നത്തെ ഒരു വരുമാനം കാണിച്ചു തരാവേ. ഇന്ന് രാവിലെ എന്ന് പറയുമ്പം സമയം ഇതിൽ കൊടുത്തിട്ട് വേണ്ട, ജൂലൈ 8, 2025. ഇതാ കാണുന്നുണ്ടോ? എൻ്റെ ബാലൻസ് കണ്ടില്ലേ? അപ്പം പലരുടെയും വിചാരം എനിക്ക് വരുമാനമില്ല, ഞാൻ പട്ടിണിയാണ് എന്നൊക്കെയാണ്. മധുര എവിടെയാ? മധുര വാട്സപ്പ് നമ്പർ തരുമോ? അതിനെന്താ? 8848918005. എൻ്റെ കല്യാണം കഴിഞ്ഞില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴാണ് ഗൈസ്, എന്നെക്കുറിച്ച് പല പല വീഡിയോസ് ഇറക്കുന്ന കുറേ സ്ത്രീകളുണ്ടല്ലോ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? എൻ്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 10 വർഷമായിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു 6 വർഷം ഞങ്ങൾ നിയമപരമായിട്ട് വിവാഹിതരല്ലായിരുന്നു. എന്താ വെച്ചാൽ, എൻ്റെ അവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഇത് ഇനോഗ്രേഷൻ്റെ സമയത്താണ്. പള്ളിയുടെ ഇനോഗ്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, പള്ളി പണ്ടൊരു ചെറിയൊരു സ്ട്രാമ്പിയായിരുന്നു. സ്ട്രാമ്പി കുറച്ചും കൂടിയൊക്കെ ഒന്ന് വിശാലമാക്കി ഒരു പള്ളിയാക്കി മാറ്റി. അതിൻ്റെ ഉദ്ഘാടനവും എൻ്റെ വിവാഹവും ഒരേ സമയത്തായിരുന്നു. ആദ്യത്തെ നിക്കാഹ് നടന്നത് എൻ്റെതാട്ടോ. പൊതുവേന്ന് വെച്ചാൽ ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റിയിൽ നിന്നായിരുന്നു ഞങ്ങളുടെ വിവാഹം, സിസ്റ്റേഴ്സിൻ്റെയൊക്കെ വിവാഹം രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഉദ്ഘാടനം അല്ലേന്ന് വിചാരിച്ചിട്ട് എൻ്റെ കല്യാണം അവിടുന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇത് മഹല്ല് കമ്മിറ്റി എന്നൊക്കെ ആകുമ്പോൾ നമുക്കതൊരു ഇതാണല്ലോ, തെളിവാണല്ലോ. ഇപ്പം ഇവിടുന്ന് അങ്ങനൊരു വിവാഹ സർട്ടിഫിക്കറ്റ് പോലെ തരാനും നമ്മുടെ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് നേരെ പഞ്ചായത്തിലേക്ക് കൊടുക്കും. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇവർക്കത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. 1 വർഷം കഴിഞ്ഞിട്ടുമില്ല, 2 വർഷം കഴിഞ്ഞിട്ടുമില്ല, 3 വർഷം കഴിഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ സലീം എന്ന് പറയുന്ന ആളുടെ വൈഫാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ കയ്യിലില്ല. ഒടുക്കം ഇവിടെ എവിടെയായിരുന്നു, അപ്പോൾ കൊയിലാണ്ടി പോയിട്ട്
എൻ്റെ ഇക്കാക്കയുടെ പാരൻസും എൻ്റെ പാരൻസൊക്കെ പോയി സംസാരിച്ച് ഞങ്ങൾ വിവാഹിതരാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഒരു ലെറ്റർ തന്ന് ആ ലെറ്റർ കൊണ്ടിട്ടാണ് ഞങ്ങൾ മുനിസിപ്പാലിറ്റി പോയി. ഇവിടെ മുനിസിപ്പാലിറ്റിയാണ്, ഞങ്ങൾക്ക് അവിടെ പഞ്ചായത്താണ്. മുനിസിപ്പാലിറ്റി പോയിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ് ജസ്ന KP എന്നുള്ളതിൻ്റെ ബാലൻസ് ജസ്ന സലീം എന്നുള്ളതായത്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ടൊരു 6 വർഷം എന്ന് പറയാനില്ല, 5 വർഷത്തോളം കണ്ടു ഞാൻ വെറും ഒരു ജസ്ന KP ആയിട്ട് വിവാഹം കഴിച്ചിട്ട് അവിവാഹിതയായിട്ട് ജീവിക്കേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത്. കാരണം എൻ്റെ വീട്ടിൽ 1500 ആളാണ് കണ്ട് ഇവിടെയും ആ ഒരു റേഞ്ചിൽ ആൾക്കാരെ വിളിച്ചിട്ടും. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 8ാമത്തെ മകൻ്റെ കല്യാണമാണ് ലാസ്റ്റ് കല്യാണം, എൻ്റെ വീട്ടിൽ 3ാമത്തെ മകൾ ലാസ്റ്റ് കല്യാണം. അപ്പോൾ പിന്നെ എല്ലാവരും ആർഭാടമായിട്ട് അങ്ങ് കഴിച്ചു. പക്ഷേ നമ്മൾ നിയമപരമായിട്ട് വിവാഹിതരല്ലായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊക്കെ പെട്ടെന്ന് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് തോന്നുന്നു. ഞങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രജിസ്റ്റർ ചെയ്തത്. എൻ്റെ കുഞ്ഞൊക്കെ ആയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വൈഫ് ഓഫ് അബ്ദുൽ സലീം കിട്ടിയത്. അരുൺ എവിടെ? അരുണേട്ടാ, അരുണേട്ടനല്ല അരണേട്ടൻ. നിന്റെ മച്ചി വിളിക്കുന്ന പേര് അരണേട്ടൻ. എൻ്റെ പൊന്നാര ഗായ്സ്, രാവിലെ തുടങ്ങിക്ക് ലുഡോ കളിക്കല്. ഇവനൊക്കെ ഏത് കാലത്ത് ഉത്തരവാദിത്തം ഉണ്ടാവാനാ? കാല് താത്തി വെക്കടാ ഊളെ. കാരണം അതെൻ്റെ വരുമാനം മാറും, എൻ്റെ അന്നമാണ്. എൻ്റെ അന്നത്തിൻ്റെ മുകളിൽ ചവിട്ടാൻ നിന്നാന്നില്ല, ആരെയും സമ്മതിക്കൂല. എൻ്റെ മേശയാട്ടോ, ഞാൻ വരയ്ക്കുന്ന മേശയാണ്. ആ മേശേൻ്റെ മുകളിൽ കാല് വെച്ചപ്പം കാല് താത്തി വെക്കാൻ പറഞ്ഞതാണ്. എൻ്റെ ഒരു ചിത്രവരൻ്റെ സ്പേസാണ് അവിടെ. എടാ, നീ നൈറ്റിൽ കുപ്പായിടാതെ വരുന്നുണ്ട് എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് കേട്ടോ അരുണേ. അതിങ്ങറിയില്ല ആ അമ്മശ്ക്ക്. അപ്പം അതാണ് എൻ്റെ വരയുടെ സ്പേസ്. എന്താ ചാറ്റ് വാട്സപ്പ് നമ്പറോ? എൻ്റെ വാട്സപ്പിൽ ഷിബുവോ നീ ഒരു ദിവസമേ ചാറ്റ് ചെയ്യൂ, 2ാമത്തെ ദിവസം നിൻ്റെ നമ്പർ സഹിതം എയറിലൂടെ ഇങ്ങനെ ആടിക്കളിക്കും. ഞാൻ ഗൈസ് ഉത്തരവുണ്ണിക്കുള്ള വീഡിയോ ആണ്. ഉത്തരവുണ്ണി എന്ന് പറയുന്ന യൂട്യൂബർ ഒരിക്കൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോനിപ്പം ചോറ് കഴിച്ചിട്ട് മസാലക്കടല കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്താ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ, നാളെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഇവിടെ ഇവരൊക്കെ എന്ത് കഴിക്കും എന്നുള്ളത് എനിക്കൊന്ന് കാണണം. എന്താ വെച്ചാൽ, ഞാൻ ഇന്ന് പുട്ടും ചിക്കൻ കറിയും ചെറുപയർ കറിയും ഉണ്ടാക്കി കൊടുത്തിട്ട് രാവിലെ ലവന്മാരാരും കഴിച്ചിട്ടില്ല. ചിരട്ടപ്പുട്ടാണ്. 3.5 കഷ്ണം പുട്ട് ബാക്കി ഉണ്ടായിട്ട് 1 പാവം കഴിച്ചു. ബാക്കി അവിടെ കിടക്കുന്നുണ്ട്. നാളെ അത് വേസ്റ്റ് തട്ടേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് നാളെ ഞാൻ അവരെ പട്ടിണിക്കിടും. കാരണം ഭക്ഷണത്തിൻ്റെ വാല്യൂ, ഒരുപാട് ആൾക്കാർ ഭക്ഷണം കിട്ടാതെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ചെയ്യാൻ പാടില്ല. 10 ചപ്പാത്തി ആകെ ഞാൻ 5 ചപ്പാത്തിയെ ചുട്ടിയുള്ളൂ. അപ്പൊ മാമനോ ഇനി എത്ര ചപ്പാത്തി ഇന്ന് കരൂ? ഒട്ടാകെ ഞാൻ 5 ചപ്പാത്തിയെ ഇവിടെ ചുട്ടിട്ടുള്ളൂ. എൻ്റെ മോൻ 10 എണ്ണവും തിന്ന്, അരുണ് 3 എണ്ണവും തിന്ന്. പിട്ടല്ല പുട്ട് എന്ന് എനിക്കറിയാം. എൻ്റെ ഒരു കമ്പനിക്കാരനുണ്ട്, എപ്പോഴും പറയും പിട്ടല്ല ജെസിയെ പുട്ട് എന്നറിയും. പക്ഷെ ഞാൻ ഈ പറയും പോലെ പിട്ട് പിട്ട് വിട്ട് അത് അങ്ങനെ ശീലിച്ചു പോയതാ.
തീർച്ചയായിട്ടും ഫുഡിൻ്റെ വില അറിയിക്കണം. കാരണം എന്താ വെച്ചാൽ അവർ നിസ്സാര കളി. ഇന്ന് ഞാൻ ഹർത്താലല്ലേ, ഇവൻ അഥവാ അവർക്ക് വിഷമം, എനിക്ക് എൻ്റെ കാര്യം അറിയാമല്ലോ, എനിക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ വരും. അപ്പോൾ അഥവാ പെട്ടെന്ന് മൈഗ്രെയിൻ വന്ന് ഇവർ ഫുഡ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുമല്ലോ എന്ന് കരുതി രാവിലെ എണീച്ച് ചോറും കറിയും ആക്കി. എന്നിട്ട് ഇവർ കഴിക്കുന്നത്, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് 4 മണി 5 മണിക്കൊക്കെയാണ്. അത് ഞാൻ സമ്മതിക്കൂല. കാരണം നമ്മൾ ഫുഡിൻ്റെ വില അറിഞ്ഞിട്ട്, എനിക്കൊരു ചേട്ടനുണ്ട്, സണ്ണി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. സണ്ണി ചേട്ടൻ പറയും, എന്തും ഞാൻ എൻ്റെ മക്കൾ ചെയ്താൽ ക്ഷമിക്കും, എന്ത് കാര്യവും എങ്ങനെ എന്ത് ചെയ്താലും ഞാനത് ക്ഷമിക്കും. പക്ഷെ ഒരേ ഒരു കാര്യം ഞാൻ ക്ഷമിക്കില്ല. എന്താ വെച്ചാൽ ഭക്ഷണം ഇട്ടാൾന്ന. അവർ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഈ ഫുട്പാത്തിൽ നിന്ന് ഈ ഡൽഹി കൂടി നടന്നു പോകുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ തട്ടുകടേൻ്റെ മുമ്പിൽ ഈ വേസ്റ്റ് ഇട്ടാഞ്ഞ പാത്രത്തിൽ നിന്ന് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ട് ഓരോരുത്തരെ വേസ്റ്റ് എടുത്ത് കഴിച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് മാത്രമേ ക്ഷമിക്കൂല എന്നാണ്. അപ്പം ഇവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനത് കൊടുക്കൂല. അതിൻ്റെ പുറത്ത് എന്ത് വേണമെങ്കിലും ഇതാക്കട്ടെ. ഒരു ദിവസം ഒരു നേരം പട്ടിണി കിടന്നെന്ന് വെച്ചിട്ട് ആരും ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ അവർക്ക് മനസ്സിലാവണം. എടാ എൻ്റെ പല്ലൊന്ന് തേപ്പിച്ച് തരുമോടാ? എൻ്റെ മോൻ്റെവും കൂടി. അതെ, കമ്മൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സ്വർണം തന്നെയാണ്, മലബാർ ഗോൾഡ്. പടം വരെ നിർത്തിയിട്ടില്ല. ഇന്ന് ഞാൻ പിള്ളേർ വീട്ടിലുള്ളത് കൊണ്ട് ഇവർ അവിടെ ഇവിടെ നിന്നൊക്കെ കളിച്ച് ഇവർ തമ്മ തല്ല് കൂടുമ്പോൾ എനിക്ക് വരയ്ക്കുന്ന സമയത്ത് ഒച്ച കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും. അതെനിക്ക് മകൻ്റെ പോട്ടെ, അവന് കുറച്ച് 15 വയസ്സായിരിക്കും, അവനത് മനസ്സിലാവും. പക്ഷെ ഓക്കത് മനസ്സിലാവില്ല. അവളെ ഞാൻ ചീത്ത പറയുക പോലും ചെയ്യാതെ കൊണ്ടുണ്ടെടുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവൾക്കത് കേൾക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വരയ്ക്കാൻ നിന്നില്ല. ഫുഡ് കഴിച്ചടാ. നമ്മുടെ മുത്ത് അരുൺ ചേട്ടൻ എവിടെ? ദാ ലുഡോയിൽ മുഴുകി കിടക്കുന്ന. ഒന്ന് വാടേ. ലുഡോ ബെറ്റ് വെച്ച് കളിക്കുക 10 രൂപക്ക്. 5 ഉറുപ്പ്യക്കാ? എൻ്റെ അരു. അരുൺ ഒളിവിൽ പോയാൽ എന്ത് സംഭവിക്കും? സുഖമാണ്. വരാൻ പറയോ പ്ലീസ്? എടാ ഒന്ന് വാടാ. വരയ്ക്കുന്നത് ഇഷ്ടം പോലെ ഞാൻ ലൈവ് ചെയ്തതാ. വയനാടേ, നീ അതെടുത്ത് നോക്കടാ. സുന്ദരിയാണ് എന്നാ ഉദ്ദേശിച്ചത്, സുന്ദരിയാണ്. മതം മാറി യൂസുഫേ. ഞാൻ ഇപ്പം ജസ്റ്റ് മതം മാറി ഇപ്പം അങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ. ഈ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടതിൽ എത്ര ആളാ കമൻറ്റ് ചെയ്യുന്നത്? എൻ്റെ അന്ത്യ അടുത്തോലെ എന്തല്ലേ. നിങ്ങളൊക്കെ വരണം കേട്ടോ. വരുമ്പം പച്ചയും മഞ്ഞയും തമ്മിലുള്ള കോമ്പിനേഷനായിട്ടുള്ള റോസാപ്പൂ വാങ്ങണേ. എനിക്ക് റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം റീത്ത് വെക്കാൻ. കഴിച്ചു. എന്തിനാ ഇങ്ങനെ ഒരു ലൈവ്? ചുമ്മാ ഒരു പ്രഹസനം. ഹായ് ഗൈസ്, 44 വയസ്സില്ല. ഞാൻ ജയിച്ചു ഗൈസ്. 30 ഓരോ വയസ്സിൽ ഓരോരുത്തർ കാണുന്നത്. വീഡിയോ കാണുന്ന ഏജ്. എൻ്റെ വീഡിയോ കാണുന്നത് 35 മുതൽ 44 വയസ്സുള്ളവരെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. 32% കാണും. ജയിച്ചു. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. എൻ്റെ അനിലേ, നിനക്ക് നേരത്തെ കിട്ടിയത് പോരെ? എൻ്റെ അനിലേ, ദുബായിനെ കാണലുണ്ട്. ഒന്നൂടടാ പേടിച്ചിട്ട്.
ദുബായിൽ നിന്ന് നിന്റെ വാപ്പയാടാ കാണാൻ ദുബായിൽ നിന്ന് സൗദി അറേബ്യ, ഇന്ത്യ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിലല്ലേ അല്ലല്ല പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന പെണ്ണുങ്ങളാ. എടേ ആ പരദൂഷണം പറയാൻ പെണ്ണുങ്ങൾക്കല്ലേ. ഇവൻ യൂട്യൂബിന്റെ ഡീറ്റെയിൽ നോക്കുക കേട്ടോ. സുനിൽ ഹായ് ആൻറ്റി. ഓക്കെ മുഹമ്മദ് ബ്രോ മുസ്ലിം ക്രിസ്ത്യൻ നല്ലതായിരിക്കും. ഉത്തര ഉണ്ണി ഒഫീഷ്യൽ. നിന്റെ റോസാപ്പൂ നാട്ടുകാർക്ക് കൊടുക്കുന്നതിന് തെളിവ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് പതിയെ പറയാം. നമ്മൾ 4 ഫീമെയിൽ യൂട്യൂബിനെതിരെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നെഗറ്റീവ് കമൻറ്റ് ഒത്തിരി പ്രത്യേകിച്ച്. ഉത്തര ഉണ്ണിയെ പോടി പൂമോളെ. ഇവരിപ്പോ ഓരോരുത്തരുടെ പേരിലായിട്ട് ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോയും വെച്ചിട്ട് ഇറങ്ങിയേക്ക്. എന്താടാ എന്താ നോട്ട് സബ്സ്ക്രൈബർ, നോട്ട് സബ്സ്ക്രൈബർ, സബ്സ്ക്രൈബ്. നോട്ട് സബ്സ്ക്രൈബർ 81%, സബ്സ്ക്രൈബർ. എൻ്റെ യൂട്യൂബിൻ്റെ ഹിസ്റ്ററി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ 81% ആൾക്കാർ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തത് 18%. എന്തല്ലേ 18 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നതല്ല. കാതിൽ രസമില്ല. കുഴപ്പമില്ല. എൻ്റെതാണ്. ഓ 500 രൂപ അയച്ചു കൊടുക്കും ബ്രോ. എൻ്റെ അടുത്തില്ല. അശ്വിൻ രാജ് മലയാളം 1%. ടോപ്പ് സബ്റ്റ്യൂൾസ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ PCC കൊടുക്കുന്നുണ്ട്. സ്മൃതിയെ പേരിൽ നുണക്കഥ ഉണ്ടാക്കി നടക്കാനല്ലാതെ നിനക്കൊന്നും പറ്റില്ല. ഉടായിപ്പ് ജസ്ന്. കുഴപ്പമില്ല. അല്ലേട്ടാ മൊട്ടക്കുട്ടിയെ സുഖാണോടാ? ഇതെന്തോ ഇത് ഇത്ര പെട്ടെന്ന്. എന്തായാലും എനിക്ക് അരുണിനെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ വളരെ താല്പര്യമുണ്ട്. ഞാൻ സിംഗിൾ മദറാണ്. അവനെ എനിക്ക് ഒരു ദിവസത്തേക്ക് ഒന്ന് കല്യാണം കഴിക്കണം. ഉത്തരമുള്ളേ എൻ്റെ ആ മോന്ത വെച്ചിട്ട് എനിക്ക് വേണ്ട. ഉത്തര ഉണ്ണി ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ മോന്ത കണ്ടാൽ തന്നെ മതി. എൻ്റെ അമ്മായിച്ച് പറഞ്ഞാൽ എൻ്റെ മോന്തയോ വലിയ ഗുണമല്ല. അല്ലടാ എന്നാലും നീ ഇന്ന ഈ ഓൾഡ് വണ്ടികളാണല്ലോ നോക്കുന്നത്. ബിജില സിഗാണോ? സുഖാണ്. ഇതേതാ ഈ വേട്ടാവളിയൻ? നിന്റെ അച്ഛൻ നായിൻ്റെ മോനെ അനിലേ. അനിൽ CLT ഒമാൻ. ഓക്കെ. ഫോട്ടോ കിട്ടുന്നില്ല. അതല്ലാണ്ട് കിട്ടും. കണ്ണാടി. ഇതാരാണ് മനസ്സിലായില്ല. ഇത് ഞാനാണ്. ഞാനുമാണ്. രാഹുൽ ബ്രഡ് ഹായ്. അനിത ഇഷിഖ് ഹായ്. ഹായ് 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 എല്ലാവരോടും ഹായ്. ആൻറ്റി കോപ്പർ വയർസ് ഓൺ ഹെഡ്. മൂക്കുത്തി കളഞ്ഞോ? ഓ ജലദോഷം പിടിച്ചിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. വെച്ചു സക്രിയ വ്ളോഗ് ദേഷ്യം. അരുണേ എന്തായാലും പേടിക്കണ്ട. എനിക്ക് വന്നിട്ടില്ല പോലെ. എനിക്ക് ഇതുവരെ എയ്ഡ്സ് വന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എൻ്റെ ഭർത്താവായിട്ട് വരാം. ഓ വേണ്ട മോളെ. എൻ്റെ അമ്മച്ചി വഴക്ക് പറയും. അമ്മ വീട്ടിൽ കയറ്റൂല. ഇത് മറ്റേ ലസിതന്റെയും ബൈജു മുരുകന്റെയും അക്കൗണ്ട് ഉണ്ടാക്കിയവനാ. ബോത്ത് ലുക്ക് ക്യൂട്ട്. ഓക്കെ റിസ്വാൻ. ആരുടേതാടാ? നിന്റെ അമ്മയുടേതാണോ? എന്ത് ഇത്? തൈര്. ഞാൻ വായിക്കാറ്റോ? എടാ മൈ ചെയ്തടാ, തൈ അല്ല. ജയപ്രകാശ് വിളിശരി. എനിക്കൊരു 1000 രൂപ അയച്ചു തരുമോ? GPay. എൻ്റെ മൈനസ് എത്രയായാലും 300 രൂപ. ഇവന് ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുക. 9207807416. എൻ്റെ അയച്ചല്ലേ ഇപ്പം തന്നെ മൈനസാ. ഇഷ്ടമല്ല. അതടുത്ത് ആ വെറുതെ വായിച്ചിട്ട് എന്താ ഓക്കോ ഉളുപ്പില്ല. അത് ഇത്രയൊന്നും അല്ലടോ. അല്ലെങ്കിൽ പറയാൻ ഒരു സുഖമല്ലേ. മസാലസന എന്നല്ലേ? ആ കിസ് ഓൺ ലൈവ്. ബെസ്റ്റ് മോട്ടിവേഷൻ പറ. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ തന്നെ ഇഷ്ടം പോലെ മോട്ടിവേഷൻ ഉണ്ടായി. പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഒന്നും വേണ്ട. ഇത് വായിക്കുക, സ്വന്തമായിട്ട് എടുക്കുക, കാര്യങ്ങൾ നോക്കുക.
കല്യാണത്തിന് കപ്പാട് വിപ്പാത്തു എൻ്റെ കമൻറ്റ് നോക്കുന്നില്ലേ? ഇല്ല. വിപ്പാത്തു സോറിടാ, കണ്ടില്ല. നിന്റെ ഒരു ഫാനാണല്ലോ, എപ്പോഴും വായിക്കുന്നേക്കാലോ. രണ്ടുപേരെയും ഒത്തിരി 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 താങ്ക് യു. ഞാൻ എന്നാൽ പിന്നെ എൻ്റെ കളിയിലേക്ക് പോട്ടെ ഗൈസ്. എന്നിട്ട് ചെറിയ സ്മൃതിയുടെ മുമ്പ് പോയി നിൽക്കാഞ്ഞിടാ. എനിക്ക് വണ്ടിക്കൂലി വരുമോ? ഞാൻ ഇവിടുന്ന് പത്തനംതിട്ട വരെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാറ് നിർബന്ധമാണ്. പോരാത്ത നല്ലൊരു പൈസ പെട്രോളിന്. പിന്നെ ഡ്രൈവർക്ക് നല്ല ചിലവാ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി ചായ മസ്റ്റാ. ഡ്രൈവർ വാടക വേറെ, ഫുഡ് വേറെ. എന്തോ പഠിച്ചു. അതെ, ഇനി എന്നോട് 500 1000 ചോദിക്കുന്നത് ഞാൻ എൻ്റെ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജിപേയോ? അല്ല, ബാലൻസ്. അത് പലരും പറയുന്നത് എനിക്ക് എനിക്ക് 5 പൈസ വരുമാനമില്ല എന്ന്. മോനെ ഇങ്ങോട്ട് അത് കാണിച്ചു കൊടുക്കാറ്. തെറി പറഞ്ഞു വന്ന ആളാ ഞാൻ. പിന്നെന്ത് പറ്റി വീപ്പാത്തു? എൻ്റെ വീപ്പാത്തു ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ അക്കൗണ്ട് ബാലൻസ് കണ്ടോളി. കാണുന്നില്ല. അങ്ങനെ പിടി. 24,884 രൂപ. ഇനിയിപ്പോൾ ഇതിൽ കാണിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അത് സ്റ്റേറ്റ്മെൻ്റ് ആട്ടോ കാണിക്കുന്നത്. സംഭവം ഹായ് 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 തിരികെ എന്നത് കാണിയേ. ജൂലൈ 8 എൻ്റെ മാത്രം കാണിച്ചാൽ മതി. ജൂലൈ 8 എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഒന്ന് നോക്കിയേ, ഒന്ന് വായിച്ചെടുക്കാരു. 120 അല്ല 667 491 റുപ്യ. ജൂലൈ 8 അതിന്റെ മുകളിൽ നോക്ക്. ജൂലൈ അതിന്റെ മുകളിൽ 491. ആ, ജൂലൈ 8 ജൂലൈ 9 2491. 2000-യോ 24,000? അതല്ല ബാലൻസ് അതിൻ്റെ അകത്ത്. ഇപ്പോഴത്തെ ബാലൻസ് ഒരു ദിവസം കാണിക്കാം. അല്ല, എനിക്ക് 5 പൈസ വരുമാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചത്തുപോയി. കൂടെ എന്നാ പിന്നെ ഞാൻ പോട്ടെ. ബൈ. സമയം അതിക്രമിച്ചു. അപ്പൊ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വരാം. ബൈ പറഞ്ഞോണ്ട് ജസ്റ്റ് മെസ്സേജ് അയച്ച എല്ലാവരോടും താങ്ക് യു കേട്ടോ.